റേഷൻ കട വഴി അന്ത്യോദയ അന്നയോജന കാർഡ് ഉടമകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പഞ്ചസാരയുടെ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചു. സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞക്കാർഡ് ഉടമകൾക്കാണ് സബ്സിഡി നിരക്കിൽ പഞ്ചസാര ലഭിച്ചിരുന്നത്. പ്രതിമാസം 1 കിലോഗ്രാം പഞ്ചസാര 27 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. റേഷൻ വിതരണത്തിനെത്തിച്ച പഞ്ചസാര ഈ പോസ്റ്റ് സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കിയതോടെ റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ടായിട്ടും കഴിഞ്ഞ മാസങ്ങളിൽ വിതരണം നടത്താനാകാത്ത സ്ഥിതിയുണ്ടായി. തുടർന്നാണ് 2025-26 കാലയളവിൽ റേഷൻ കടകൾക്ക് അനുവദിച്ചിരുന്ന സ്റ്റോക്കിൽ നീക്കിയിരിപ്പുള്ള പഞ്ചസാര ആദ്യം വരുന്ന AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്തു തീർക്കാൻ സർക്കാർ അനുമതി നൽകിയത്. പഞ്ചസാര വിതരണം ബയോമെട്രിക് വിതരണ സംവിധാനം ഉപയോഗിച്ച് മാത്രമേ പാടുള്ളൂവെന്നും ഏതെങ്കിലും റേഷൻ ഡിപ്പോയിൽ 1 മാസത്തെ ആവശ്യകതയിൽ കൂടുതൽ സ്റ്റോക്ക് നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് കുറവുള്ള റേഷൻ ഡിപ്പോയിലേക്ക് മാറ്റി നൽകി വിതരണം ചെയ്യണമെന്നുമാണ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ നിർദ്ദേശം. ഇതിനായി നിലവിൽ പഞ്ചസാര ഈ പോസ്റ്റ് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിതരണം പൂർത്തിയാക്കി 31-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. അന്ത്യോദയ അന്നയോജന വിഭാഗം കുടുംബങ്ങൾക്ക് പ്രതിമാസം 1 കിലോ പഞ്ചസാര വിതരണം ചെയ്യുന്ന സ്കീമിന്റെ കാലാവധി 2026 മാർച്ച് 31-ന് അവസാനിച്ചിരുന്നു. ശേഷം സ്കീം ദീർഘിപ്പിച്ച് നൽകിയിട്ടില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിലെ വിതരണത്തിനുള്ള പഞ്ചസാര കൂടി എത്താതായതോടെ പദ്ധതി പൂർണ്ണമായും നിലയ്ക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് മഞ്ഞക്കാർഡുകാർ. അതുകൊണ്ട് ഇവർക്ക് നൽകുന്ന പഞ്ചസാരയുടെ നിശ്ചിത തുക കേന്ദ്രം നൽകും. ബാക്കിയാണ് സംസ്ഥാനം കണ്ടെത്തേണ്ടത്. സപ്ലൈകോ വഴി പഞ്ചസാര സംഭരിച്ച് റേഷൻ കട വഴി വിതരണം ചെയ്ത ശേഷം കണക്ക് സമർപ്പിച്ചാലേ കേന്ദ്രത്തിൽ നിന്ന് ഈ തുക കിട്ടുകയുള്ളൂ.